ഹലോ, ഞാൻ സുനീസ ജെ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ കൃപയാൽ സമാധാനവും സന്തോഷവും വാഴട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ സമ്പൽ സമൃദ്ധിയെ നിറയ്ക്കട്ടെ. എൻ്റെ ദൈവമോ ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശു പൂർണ്ണമായും തീർത്തു തരും. ദൈവത്തിൻ്റെ വാഗ്ദത്തം, ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണിച്ചു തരാമെന്ന്. അപ്പോൾ അങ്ങനെ തരട്ടെ. അപ്പോൾ നമ്മൾ ആണെങ്കിൽ ആരെങ്കിലും സഹായിക്കുമ്പോൾ നമ്മുടെ ധനത്തിനൊത്തവണ്ണം അല്ലേ, ഇത് ക്രിസ്തുവിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടും തീർത്ത് തരും. അപ്പോൾ ആ വചനമൊക്കെ ഒന്ന് ചെല്ലുമൊക്കെ വചനാട്ടോ ദൈവം, അല്ലാണ്ട് നമ്മുടെ ജൽപ്പനമായ ആചാരവും അനുഷ്ഠാനത്തും കൊണ്ട് ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ പറ്റില്ല. വചനം പാലിക്കുക, വചനം നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുക, വചനം വെച്ച് ജീവിക്കുക. അതിലാണ് പരിശുദ്ധാത്മാവ് വചനം പാലിക്കാനാണ് നമ്മളെ സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ കാര്യം ഓക്കെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ 9 months ബാംഗിൾസിൻ്റെയാണ്, കൊച്ചു പിള്ളേരുടെ ബാംഗിൾസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഇതുകൂട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ബാംഗിൾസ് ഒത്തിരി വന്നിട്ടുണ്ട്. കുറേ എണ്ണം ഉണ്ട്, അഡ്ജസ്റ്റബിൾ കുറേ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ അഡ്ജസ്റ്റബിൾ കയറിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് പല അളവിലൊക്കെ എടുത്തിടാം. അപ്പോൾ അതല്ല, ഇതിൻ്റെ ഏതെങ്കിലും ഫാഷൻ വലുത് വേണമെങ്കിൽ അത് പണിതും തരും കേട്ടോ. ഒരാഴ്ച മതി. അപ്പോൾ പല അളവിലല്ലേ, അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലെ അളവൊക്കെ അങ്ങനെ ഒക്കെ വ്യത്യാസം വരുമല്ലോ. പിള്ളേർക്കൊക്കെ കൈ ഭയങ്കര കഷ്ടപ്പെട്ട് കയറ്റാനൊക്കെ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഉണ്ട്. നിങ്ങൾ പെട്ടെന്ന് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക. അതുകൂടാണ്ട് നമുക്ക് 2 അതിമനോഹരമായ സ്കീമുണ്ട് കേട്ടോ. സ്കീമിൽ ചേരുമ്പോൾ ഈ വില കൂടുന്ന സമയത്ത് നമുക്കതൊരു ആശ്വാസമാണ് കേട്ടോ. ഞാനൊരു സ്കീമിൽ കൂടിയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ എന്നാ സ്വർണ്ണം മേടിക്കുന്ന, വില കൂടിപ്പോയി, ഇനിയും കൂടും, അതല്ലേ പ്രശ്നം. അപ്പോൾ ഞാനിങ്ങനെ ഇനി കൂടില്ല കുറയൂന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയണ കേട്ടാണ് നമ്മൾ കട തുടങ്ങിയപ്പോൾ നമുക്ക് ഒത്തിരി കാശ് നഷ്ടം വന്നത്. നമ്മൾ കട തുടങ്ങാൻ നേരത്ത് ഒരു മാസം നമ്മൾ ആലോചിച്ചിരുന്ന കുറയാൻ നോക്കിയിരുന്നു. ഒത്തിരി കാശ്. അപ്പോൾ നമ്മൾ ഇനി സ്വർണത്തിന് കുറയുമെന്നും പറഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും കുറയുമെന്ന് പറഞ്ഞ്, വർഷങ്ങളായി കുറയുമെന്ന് പറഞ്ഞ്, ഞാൻ 20,000 ആയപ്പോൾ കുറയുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നതാണ്. ഇപ്പോൾ 70,000 50,000 ആകാറായി. നമ്മൾ അങ്ങനെ അത് നടക്കില്ലാത്ത കാര്യമായിരിക്കും. കാരണം നമ്മൾ ഇട്ടാലും ഇട്ടില്ലെങ്കിൽ ഇത് ലിക്വിഡ് അസറ്റായിട്ടാണ് സ്വർണ്ണ ആൾക്കാർ, കേരളത്തിലെ ആൾക്കാർ ഇട്ടാലും ഇട്ടില്ലെങ്കിൽ സ്വർണ്ണ ഇൻ്റർനാഷണൽ സംഭവം വില കൂടും. അപ്പോൾ പെട്ടെന്നൊരു 10 മിനിറ്റ് കൊണ്ട് കാശ്, എനിക്കൊരു അത്യാവശ്യം വന്നു, ഈ മോതിരം ഊരി വിറ്റാൽ എനിക്കിപ്പോൾ 1 പവൻ്റെ മോതിര അല്ലെങ്കിൽ 1/2 പവൻ്റെ മോതിര, ഇത്രയും രൂപ ആ നിമിഷം 10 മിനിറ്റും കൊണ്ട് കാശ് കയ്യിൽ വരും. എച്ചോടി മുദ്രയുള്ള 9 months GST അടച്ച സ്വർണ്ണമാണ് നമ്മൾ മേടിക്കുമ്പോൾ. അപ്പം ബില്ല് അടച്ച GST കൊടുത്ത് അടയ്ക്കണ സ്വർണ്ണം എവിടെ കൊണ്ടുപോയി വിറ്റാലും നമുക്ക് കാശ് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് ഒരു ലിക്വിഡ് അസറ്റായിട്ടോട് കരുതുക. അതുകൊണ്ട് നമുക്ക് ഇടാം, പണയം വയ്ക്കാം, അങ്ങനെയൊക്കെ ഒത്തിരി ഉപകാരമുണ്ട്. അപ്പോൾ സ്കീമിൽ കൂടുമ്പോൾ ഒരു നിക്ഷേപം സ്വർണ്ണത്തിലൂടെ ആകട്ടെ. ഇപ്പം പണ്ട് നമ്മൾ സ്ഥലം വില കൂടുമ്പോൾ എല്ലാവരും സ്ഥലം മേടിച്ചിരുന്നില്ലായിരുന്നോ? അപ്പോൾ ഇപ്പോൾ സ്വർണ്ണം വില കൂടുമ്പോൾ നമ്മൾ സ്വർണ്ണം, അപ്പോൾ സ്കീമിൽ ഒരു പേരായിട്ട് സ്കീമിൽ പോകുമ്പോൾ, അപ്പോൾ സ്കീമിൻ്റെ വിശദ വിവരം ഞാൻ സ്കീം തീരുന്നവരുടെ അവർക്ക് കിട്ടിയ ലാഭമൊക്കെ പറഞ്ഞിടാം കേട്ടോ. എല്ലാവരും എടുക്കാൻ വന്നോളൂ. ഒത്തിരി പേരുടെ സ്കീം തീർന്നു. അപ്പോൾ അവർ എടുക്കാൻ വന്നതിന് മുമ്പേ അടുത്തത് തുടങ്ങി കേട്ടോ. 1 മാസം കഴിഞ്ഞ് 11 മാസം കഴിഞ്ഞ് 12-ാം മാസം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ പിന്നെ ഇതെല്ലാം ഓൺലൈനിൽ കിട്ടും കേട്ടോ. കൊറിയർ അയച്ചു തരും ഓൺലൈനിൽ. ഇപ്പം നമുക്ക് ചൂസ് ചെയ്യാക്കാരോ, ഒത്തിരി ഫാഷൻ നോക്കുന്നവരെല്ലാം ഓൺലൈനിൽ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെറൈറ്റി കാണുകയും ചെയ്യാം. മേടിക്കുന്നവർ വന്ന് മേടിച്ചോ. ഇത് ഓൺലൈനിൽ മേടിച്ചാൽ ഇവിടെ വന്ന് മേടിച്ചാൽ സെയിം ഇതാട്ടോ, സെയിം ഡിസ്കൗണ്ടൊക്കെ കിട്ടുള്ളൂ. എല്ലാവരും ഒക്കെ സ്വർണ്ണക്കടയിൽ ചെന്ന് അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിനും എല്ലാ കാര്യവും ഫിക്സഡാണ്. പിന്നെ എന്നാ വിശേഷം പറയാനുള്ളത്. അപ്പോൾ ഇന്ന് പെസഹ വ്യാഴ, ചിലപ്പോൾ ഇത് ഗുഡ് ഫ്രൈഡേ ഒക്കെ കഴിഞ്ഞ് സാറ്റർഡേ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഗുഡ് ഫ്രൈഡേയുടെ കാര്യം ഓർക്കണം. യേശു നമുക്ക് വേണ്ടി ഈസ്റ്റർ ആശംസകൾ കേട്ടോ. അപ്പോൾ ഈസ്റ്റർ ആശംസകൾ ഇങ്ങനെ നമ്മൾ ഈസ്റ്റർ അങ്ങനെ ആഘോഷിക്കാണ്ട് യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ആഘോഷമാണ്. ഉയർത്തെഴുന്നേറ്റ പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് മധ്യസ്ഥയാഴ്ച നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ നൽകി. അതാണ് അവിടെയാണ് നമുക്കടെ ആ സന്തോഷിക്കേണ്ടത്. യേശു മരിച്ച നാളെ ദുഃഖവെള്ളിയൊന്നുമില്ല, ഗുഡ് ഫ്രൈഡേ. നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടത് യേശു മരിച്ച് നമുക്ക് വേണ്ടി. നമ്മുടെ ശാപവും പാപവും പാരമ്പര്യവും എല്ലാം ഏറ്റെടുത്ത് ആ ക്രൂശിൽ കയറിയ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് നമുക്ക് പരിശുദ്ധാത്മാവിന് തരാനാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഈസ്റ്റർ ആഘോഷത്തിൽ കിടക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.